Hello guys, I'm Sumi, currently a third year BDS student at Government Dental College, ആലപ്പുഴ. എനിക്കിപ്പോൾ കുറേ മെസ്സേജ് വരാറുണ്ട് എങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് ഇയർ ബി ഡി എസിലെ ഇൻറ്റേർണൽ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് വരാറുണ്ട്. അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ ഒരു ഫസ്റ്റ് ഇയർ ബി ഡി എസിലേക്ക് കയറുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ഒന്നും അറിയില്ലായിരിക്കും. കാരണം അത്രയും നാൾ നമ്മൾ നീറ്റ് പഠിച്ചിട്ടാണ്, നീറ്റിന് വേണ്ടിയുള്ള MCQs ഇങ്ങനെ സോൾവ് ചെയ്ത് പഠിച്ചിട്ടായിരിക്കും നമ്മൾ ബി ഡി എസിലേക്ക് കയറുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ എന്താ പറയുക, ബി ഡി എസ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് നീറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കേണ്ട രീതികൾ തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഒരു കുട്ടി എന്തായാലും അത് സ്വാഭാവികമാണ്, ഷി വിൽ ഗെറ്റ് കൺഫ്യൂസ് ഫോർ ഷുവർ. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ആ ഒരു കൺഫ്യൂഷൻസ് ഒക്കെ നമുക്ക് മാറ്റാം, എങ്ങനെയാണ് ഇൻറ്റേർണൽസിന് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനെങ്ങനെ പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോട്ട് ഉണ്ടാക്കിയാണ് പഠിക്കാറ്. അതും മെയിൻലി ബേസ്ഡ് ഓൺ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു റെഫർ ചെയ്യാൻ ബുക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പിൻ്റെ പേര് എഗ്ഡൻറ്റിസ്റ്റ് ഇൻ അക്ഷൽ എന്നാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് ഇൻസ്റ്റയിലൊന്ന് DM ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് അത് അയച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നല്ലെങ്കിൽ ഒരു ബുക്ക് എടുക്കുക, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുള്ളൊരു ബുക്ക് എടുക്കുക, അല്ലെങ്കിൽ എന്താ പറയുക ഈ ഒരു ആപ്പ് എടുക്കുക. എന്നിട്ട് അതിൽ ഏതൊക്കെ പോർഷൻസ് ആണ് നിങ്ങൾക്ക് ഇൻറ്റേർണൽസിനുള്ളതെന്ന് നോക്കാം. എന്നിട്ട് ആ ഇൻറ്റേർണൽസിനുള്ള പോർഷൻസിൽ ഇപ്പോൾ ഒരു 10 ചാപ്റ്റർ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 5 ചാപ്റ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ആദ്യത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആദ്യം എടുക്കാം. ഈ ഒരു ആപ്പിൻ്റെ ഉള്ളിൽ എന്താ പറയുക, നമുക്ക് അറിയാൻ പറ്റും ഏത് ചാപ്റ്ററിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരെ അല്ലെങ്കിൽ കൂടുതൽ എസ്സേസ് വരെ ഏത് ചാപ്റ്ററിൽ നിന്നാണ് വെയിറ്റേജ് നമുക്ക് അറിയാൻ ഈ ഒരു ആപ്പിൽ നിന്ന് നമുക്ക് സാധിക്കും. അപ്പോൾ ആ ഒരു വെയിറ്റേജ് വെച്ചിട്ട് നിങ്ങൾ ആദ്യം ഏത് ചാപ്റ്ററാണോ അത് എടുക്കാം. എന്നിട്ട് അതിൽ വന്നേക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നോക്കുക. എന്നിട്ട് അത് ജസ്റ്റ് ഒരു നോട്ടിലൊന്ന് അതൊന്ന് എഴുതി വെക്കുക. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്തിട്ട് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അടയാളപ്പെടുത്തിയിടുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിൽ അതൊന്ന് ഷോർട്ട് നോട്ട് പോലെ എഴുതി വെക്കാം. അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾ അതുപോലെ എന്ത് ചെയ്യുക, ഇങ്ങനെ റെഫർ ചെയ്തിട്ട് ആ ഒരു ഷോർട്ട് നോട്ട് അതിന് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. ഓക്കെ, അപ്പോൾ ആ ഇൻറ്റേർണൽ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പിന്നെ സ്ട്രെസ് ഉണ്ടാവില്ല. അപ്പോൾ ഇൻറ്റേർണലിൻ്റെ തലേന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു നോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നോക്കിയാൽ മതിയാകും. ചിലപ്പോൾ നിങ്ങൾക്ക് നോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഒരു 5 ചാപ്റ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. 5 ചാപ്റ്ററിൽ ഒരു 3 ചാപ്റ്റർ നല്ല രീതിക്ക് പഠിക്കുക, നല്ല രീതിക്ക് നോട്ട് ഉണ്ടാക്കിയിട്ട് പഠിച്ചു വെക്കാം. ഇനിയിപ്പോൾ 2 ചാപ്റ്റർ ചിലപ്പോൾ നിങ്ങൾക്ക് നോട്ട് ഉണ്ടാക്കാൻ സമയം കിട്ടിക്കാണില്ല, അല്ലെങ്കിൽ ആ 2 ചാപ്റ്റർ നിങ്ങൾക്ക് നോക്കാനേ ടൈം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. ആ 2 ചാപ്റ്റർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ടിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേസ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. എന്നിട്ട് ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻറ്റേർണൽസിന് പോകാം. പിന്നെ നിങ്ങൾ ഒരിക്കലും ഇപ്പോൾ ഒരു 5 ചാപ്റ്റർ ഉണ്ടെങ്കിൽ 5ഉം എല്ലായിടത്തും ഇവിടെ നിന്നൊക്കെ ആയിട്ട് എന്താ പറയുക, ഒരു അവിയൽ കണക്കിന് പഠിച്ച് വെക്കാണ്ടിരിക്കാൻ നോക്കാം. എപ്പോഴും പഠിക്കുമ്പോൾ ഇപ്പോൾ ഒരു 3 ചാപ്റ്റർ ആണെങ്കിൽ അത് നല്ല പക്കയായിട്ട് ഷോർട്ട് നോട്ടൊക്കെ ഉണ്ടാക്കി തന്നെ പഠിക്കുക. ബാക്കി 2 ചാപ്റ്റർ ഒരു സ്പീഡിൽ നോക്കുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താവും ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നല്ല രീതിക്ക് ഇത് ഹെൽപ്പ് ചെയ്യും. കാരണം നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് ഒരു 1 മന്ത് ഒക്കെ ആയിരിക്കും സ്റ്റഡി ലീവ് കിട്ടുക. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് എല്ലാ ചാപ്റ്ററിനൊന്നും ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാൻ പറ്റണം എന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഇൻറ്റേർണൽസ് തൊട്ട് ഇപ്പോൾ നമുക്ക് 2 ഫസ്റ്റ് ഇൻറ്റേർണൽ, സെക്കൻഡ് ഇൻറ്റേർണൽ, ആ ഒരു 2 ഇൻറ്റേർണൽസിനും നിങ്ങൾ ഒരുവിധം ചാപ്റ്റേഴ്സിൻ്റെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് പിന്നെ പകുതി ഭാരം കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിക്ക് ബാക്കിയുള്ള ചാപ്റ്ററിൻ്റെയും കൂടി ഒന്ന് ഷോർട്ട് നോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ എക്സാമിൻ്റെ തലേന്ന് നിങ്ങൾക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാം എന്താ പറയുക, മൈൻഡിൽ നിങ്ങൾക്ക് റീകണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ പിന്നെ ചില കുട്ടികൾക്ക് ചിലപ്പോൾ ടെക്സ്റ്റ് എന്താ പറയുക ഇങ്ങനെ നോട്ടൊന്നും ഉണ്ടാക്കേണ്ട കാര്യം വരില്ല. അങ്ങനത്തെ കുട്ടികൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റിൽ തന്നെ അതിൻ്റെ ആൻസേഴ്സ് ഓരോന്നും എന്ത് ചെയ്യുക അടയാളപ്പെടുത്തിയിട്ട് എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ അതൊന്ന് ഓടിച്ചിട്ട് നോക്കിയാലും മതിയാകും. ഓക്കെ, അപ്പം ഞാനിങ്ങനെയാണ് പഠിക്കാറ്. അപ്പം എനിക്ക് ഫസ്റ്റ് ഇയറിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല രീതിക്കൊന്നും ഫോക്കസ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല ഇൻറ്റേർണൽസിലൊന്നും. പക്ഷേ സെക്കൻഡ് ഇയർ തൊട്ടാണ് ഞാൻ പിന്നെ പഠിത്തത്തിലേക്ക് അക്കാഡമിക്സിലൊക്കെ നന്നായി ഫോക്കസ് ആയത്. കാരണം എനിക്ക് നീറ്റ് കിട്ടാത്തതിൻ്റെ വിഷമവും ഒക്കെ ആയിട്ടാണ് ഞാൻ ഫസ്റ്റ് ഇയറിൽ വന്നത്. ഞാൻ ഫസ്റ്റ് ഇയറിൽ വന്നിട്ട് പിന്നെ ഞാൻ MBBS വേണ്ടി ട്രൈ ചെയ്തിരുന്നു. എന്നിട്ടും എനിക്ക് കിട്ടിയില്ല. എനിക്ക് 10 മാർക്കിനാണ് പോയത്, 590 മാർക്കായിരുന്നു. പിന്നെ ഞാൻ ഇതിലൂടെ അക്സെപ്റ്റ് ചെയ്ത് വരികയാണ്. ഇപ്പോൾ എനിക്ക് BDS എന്താണെന്ന് അറിയില്ല, ഭയങ്കര എന്താ പറയുക, ഇപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റയുടെ ലിങ്ക് ഞാൻ അയക്കും, അതിൽ നിങ്ങൾക്ക് DM ചെയ്താൽ ഐ വിൽ റിപ്ലൈ യു ഫോർ ഷുവർ. സോ ദാറ്റ്സ് ഓൾ, ബൈ.